ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നിയമസഭയിൽ. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ വർഷത്തെ നയപരിപാടികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ UDF പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളിൽ ഊന്നിയായിരിക്കും പ്രസംഗം. നിയമസഭയിലെത്തുന്ന ഗവർണറെ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നായിരിക്കും സ്വീകരിക്കുക. കോഴിക്കോട് മുഹമ്മദ് റിയാസ് MLAയുടെ വീട്ടിലെ ED റെയ്ഡ്. പ്രതിഷേധിച്ച 57 CPIM നേതാക്കൾക്കെതിരെ കേസ്. കോഴിക്കോട് PM മുഹമ്മദ് റിയാസ് MLAയുടെ വീട്ടിൽ നടന്ന ED റെയ്ഡ് തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ CPIM നേതാക്കൾ ഉൾപ്പെടെ 57 പേർക്കെതിരെ കേസ്. CPIM ജില്ലാ സെക്രട്ടറി മെഹബൂബ് P. മോഹനൻ മാസ്റ്റർ, DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് എന്നിവരെയുൾപ്പെടെ പ്രതികളാക്കി. CPIM ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയ്ഡ് തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. PM മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിയിലെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നതിനിടെയാണ് സംഭവം. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് അപകടത്തിൽ കേസെടുത്ത പോലീസ്. തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് അപകടത്തിൽ കേസെടുത്ത പോലീസ്. വെഞ്ഞാറമൂട് പോലീസാണ് കേസെടുത്തത്. കളക്ടർക്ക് അപകടം സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡ് പൊട്ടി വീണായിരുന്നു അപകടം. പരിക്കേറ്റവരിൽ ഒരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെട്ടിരുന്നു. 3 വർഷത്തിന് ശേഷം ബിനീഷ് കോടിയേരിക്ക് വീണ്ടും CPIM അംഗത്വം. ബിനീഷ് കോടിയേരിക്ക് വീണ്ടും CPIM അംഗത്വം. 3 വർഷത്തിന് ശേഷമാണ് അംഗത്വം പുതുക്കി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നിർദ്ദേശം നൽകിയത് പ്രതിപക്ഷ നേതാവും PB അംഗവുമായ പിണറായി വിജയനാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അംഗത്വം പുതുക്കി നൽകിയത്. കഴിഞ്ഞ 4 തവണ അപേക്ഷിച്ചിട്ടും അംഗത്വം പുതുക്കാത്തത് വിവാദമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പാർട്ടിയെ പ്രതിരോധിക്കുവാൻ മുൻപന്തിയിലുള്ള ബിനീഷിന്റെ അംഗത്വം പുതുക്കി നൽകാത്തത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ബുഷേർ പ്രവിശ്യയിൽ അമേരിക്കൻ വിമാനം തകർത്തതായി ഇറാൻ. അവകാശവാദം തള്ളി അമേരിക്ക. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇറാനിലെ ബുഷേഹർ പ്രവിശ്യയിൽ അമേരിക്കൻ വിമാനം തകർത്തതായി ഇറാൻ. ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഇന്നലെ അമേരിക്ക ഇറാനിലെ ബന്ദർ അബ്ബാസിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി കുവൈറ്റിലെ അമേരിക്കൻ വ്യോമതാവളം ആക്രമിച്ചിരുന്നു. വെടിനിർത്തൽ കരാർ നീട്ടുവാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കരാർ അന്തിമമാക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാരത്തിനായി കാക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. CMRL എക്സലോജിക്സ് ഇടപാട് വീണയെ ചോദ്യം ചെയ്യുവാൻ ED നോട്ടീസ് നൽകും. CMRL എക്സലോജിക്സ് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി ഉടൻ നോട്ടീസ് അയക്കും. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യുവാനുള്ള നീക്കം. വീണയ്ക്ക് പുറമെ CMRLൽ നിന്നും പണം കൈപ്പറ്റിയ മറ്റുള്ളവരിലേക്കും അന്വേഷണം ഉണ്ടാകുമെന്ന് ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ നിരന്തരം പിന്തുടർന്ന് 2 തവണ പീഡിപ്പിച്ചു. കോഴിക്കോട് മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിനിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. പാലങ്ങാട് ഹിദായത്തുൽ സോബിയാൻ മദ്രസയിലെ അധ്യാപകൻ മുഹമ്മദ് ഷെരീഫിനെയാണ് കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് ലഭിച്ച പരാതിയിലാണ് പോലീസ് നടപടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.